ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക അവസാന നിമിഷം പിന്മാറിയതായുള്ള അന്താരാഷ്ട്ര വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ കൂടിയാണ് ഇറാനിലേക്ക് ഇറാന്റെ ആയത്തുള്ള അലി ഖമേനിയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണത്തിന് തയ്യാറെടുത്തിരുന്നത്. ഇതിനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തിന് നൽകുകയും ചെയ്തു. ഇറാന് ചുറ്റിലുമുള്ള മിഡിൽ ഈസ്റ്റിലുള്ള എയർ ബേസുകളിൽ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായിരുന്നു. ഇറാനിലേക്ക് ആണവ ആക്രമണത്തിനടക്കം അമേരിക്കയുടെ നിർദ്ദേശം പെന്റഗൺ നൽകുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം ഈ ആക്രമണം മാറ്റിവെക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ് ഇറാനിലേക്കുള്ള ഒരു സൈനിക നടപടിയിൽ നിന്ന് അവസാന നിമിഷം അമേരിക്ക പിന്മാറിയത്? മറ്റൊന്നുമല്ല, ചില ഭീഷണികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയിൽ നിന്ന് അമേരിക്ക അവസാനവട്ടം പിന്മാറിയത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇസ്രായേലിന്റെ അടക്കം നിസ്സഹകരണം ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം വെനസ്വേലയിൽ അമേരിക്ക നടത്തിയതിന് സമാനമായ ഒരു സൈനിക നടപടിക്കാണ് ഇറാനിൽ അമേരിക്ക തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ അതൊരിക്കലും സാധ്യമല്ല എന്നും ഇറാന്റെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ചില അറബ് രാജ്യങ്ങൾ തന്നെ അമേരിക്കയ്ക്ക് നൽകി. അതുമാത്രവുമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് നേരിട്ടുള്ള ഒരു സൈനിക ആക്രമണത്തിന് ഇതിലൂടെ ഇറാൻ തയ്യാറെടുത്തേക്കാം. അത് ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് അംഗീകരിക്കാനാവുന്നതല്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പുതുവർഷത്തിൽ ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന് അമേരിക്കയുടെ പിന്തുണയും ഇസ്രായേൽ തേടിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ഡിസംബർ മാസം 28-ാം തീയതിയോടുകൂടി ആഭ്യന്തര കലഹം ഇറാനിൽ വ്യാപകമായത്. ആഭ്യന്തര വിലക്കയറ്റവും അതുപോലെ തന്നെ നാണയ ഇടിവുമെല്ലാം മൂലമുള്ള സംഘർഷങ്ങൾ അത് ഒടുവിൽ പ്രക്ഷോഭത്തിലേക്ക്, കലാപത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കടകമ്പോളങ്ങൾ അടച്ചിട്ടും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുമാണ് വലിയ പ്രതിഷേധത്തിന് ഇറാനിലെ ജനത തീരുമാനിച്ചത്. പിന്നീട് ഈ പ്രതിഷേധത്തിലേക്ക് സർവകലാശാല വിദ്യാർത്ഥികൾ കൂടി ചേർന്നതോടുകൂടി ഇറാനിലെ അവസ്ഥ അത്യന്തം ദുസ്സഹമായി. ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തി. ആദ്യഘട്ടത്തിൽ പ്രക്ഷോഭകാരികളോട് സമവായ ശ്രമങ്ങൾ ഇറാൻ ഭരണകൂടം നടത്തിയതെങ്കിലും പിന്നീട് പ്രക്ഷോഭകാരെ അടിച്ചമർത്താനും കലാപകാരികളെ അടിച്ചമർത്താനുമുള്ള നിർദ്ദേശമാണ് ഇറാൻ ഭരണകൂടം നൽകിയത്. പ്രക്ഷോഭകാരികൾക്കെതിരെ ഗ്രനേഡുകളും അതുപോലെ തന്നെ ടിയർ ഗ്യാസ് ഷെല്ലുകളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന സൈന്യം പ്രയോഗിച്ചു. കൂടാതെ സ്വന്തം ജനതയ്ക്ക് നേരെ റോക്കറ്റുകളും മിസൈലുകളും പ്രയോഗിക്കാൻ ഇറാന്റെ ഭരണകൂടം മടിച്ചില്ല. ഇതോടുകൂടി തെരുവുകളിൽ വലിയ സംഘർഷമുണ്ടായി, കലാപമുണ്ടായി, ആൾക്കൂട്ടം ചത്തൊടുങ്ങി. നിലവിൽ അനൗദ്യോഗികമായി ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന കണക്കുകൾ പ്രകാരം 15,000-ത്തിലധികം ആളുകളാണ് ഇതിനിടയിൽ ഇറാനിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർക്ക് താഴെ മാത്രമേ ആളുകൾ കൊല്ലപ്പെട്ടുള്ളൂ എന്നുമുള്ള കണക്കുകളാണ് ഇറാൻ ഭരണകൂടം പുറത്തുവിടുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലെന്നും നിരവധി ആളുകൾ തെരുവുകളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇനിയും ഈ തെരുവുകളിൽ ആളുകളെ കൊലപ്പെടുത്തുന്നത് നിർത്തിവെക്കണമെന്ന വമ്പൻ മുന്നറിയിപ്പാണ് ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഈ ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാൻ തീരത്തേക്ക് പടക്കപ്പലുകൾ നങ്കൂരമിടാനും എല്ലാ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളോടും ഇറാനിലേക്കൊരു ആക്രമണത്തിന് തയ്യാറെടുക്കാനും ഡൊണാൾഡ് ട്രംപും പെന്റഗണും നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറായിരുന്നു. ആ ആക്രമണത്തിനുള്ള നിർദ്ദേശം പോലും പെന്റഗൺ നൽകുകയും ചെയ്തു. അമേരിക്കയുടെ ഫ്ലോറിഡ അടക്കമുള്ള എയർ ബേസുകളിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ പറന്നു പൊങ്ങി ഇറാനിലേക്ക് ഒരു ആക്രമണത്തിനുള്ള എല്ലാ പൂർത്തീകരണങ്ങളും പൂർത്തിയായി. എന്നിട്ടും അവസാന നിമിഷം ഈ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്താണ് അവസാന നിമിഷം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഈ ആക്രമണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആ നീക്കത്തിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പിന്മാറിയത്? അതിനുള്ള ഉത്തരം മാത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അത് ഒരു ആഗോള യുദ്ധമായി, ഒരു മൂന്നാം ലോക മഹായുദ്ധമായി പരിണമിക്കുമെന്നുള്ള ഭയം അമേരിക്കയ്ക്കുണ്ടായിരുന്നു.
വെനിസ്വേലയെ ആക്രമിച്ചതിന് സമാനമായിരിക്കില്ല ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ പരിണിത ഫലം. മാത്രവുമല്ല, റഷ്യ ഈ അവസരം മുതലെടുക്കും. ഇറാന് വേണ്ടി റഷ്യ പോർമുഖത്തിറങ്ങും. ഇറാന് വേണ്ടി റഷ്യൻ ആയുധങ്ങൾ അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കും. ഇതുകൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു രാജ്യമാണ് ഇസ്രായേൽ. നേരിട്ട് ഇറാന്റെ ആണവായുധങ്ങൾ ഇസ്രായേലിലേക്ക് ഇറാൻ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ എല്ലാം കൈവിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ്. സ്വന്തം രാജ്യം തന്നെ കലാപത്തിൽ അമർന്നിരിക്കുന്നു. അയത്തുള്ള അലി ഖമീനിയുടെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. ഏറ്റവും ആധുനികമായി നിർമ്മിച്ച നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ. ആ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ വലിയ ശേഖരം ഇറാന്റെ പക്കൽ ഉണ്ടാകാം. ആ ഫ്യൂഷൻ ആണവായുധങ്ങൾ ഇസ്രായേലിലെ സാധാരണ ജനതയ്ക്ക് നേരെ പ്രയോഗിക്കാൻ ഇറാൻ മടിച്ചേക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഇനിയൊരു യുദ്ധത്തിനുള്ള കെൽപ്പില്ല. ഈ യുദ്ധത്തിൽ ശത്രുക്കൾക്ക് പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തുക, ഇതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു ആഗ്രഹം ഇറാൻ മുന്നോട്ട് വെച്ചാൽ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ വൻതോതിൽ അത് ബാധിക്കും. ഇതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഇപ്പോൾ ഒരു ആക്രമണത്തിന്, ഒരു സൈനിക നീക്കത്തിന് ഇസ്രായേലും പിന്തുണ നൽകിയില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ടെലിഫോണിൽ ചർച്ചകൾ നടന്നുവെന്നും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായുമുള്ള വാർത്തകളും അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇങ്ങനെ ഏറ്റവും ഒടുവിലായി കരുതിക്കൂട്ടി തീരുമാനിച്ച ഒരു യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. നമുക്കറിയാം, 2025 വർഷത്തിൽ ജൂൺ മാസത്തിൽ ഇറാനിലേക്ക് 12 ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധം ഇസ്രായേൽ നടത്തിയിരുന്നു. ആ യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ, ആണവ പരീക്ഷണശാലകളെ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചു. ആ ആക്രമണത്തിനൊപ്പം തന്നെ അമേരിക്കയുടെ B-2 ബോംബറുകൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും വലിയ തോതിൽ ബോംബ് വർഷിക്കുകയും ചെയ്തു. അതായത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കുക, ഇതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഈ ആക്രമണത്തിലൂടെയുള്ള ലക്ഷ്യം. എന്നാൽ അത് ഏറെക്കുറെ അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്ന് ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടി. എന്നാൽ ഇസ്രായേലിനെയും അമേരിക്കയും ഞെട്ടിച്ചുകൊണ്ടാണ് നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ പരീക്ഷണവും നിർമ്മാണവുമായി ഇറാൻ പിന്നാലെ രംഗത്ത് വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തത്. എന്നാൽ അവസാന നിമിഷം ആ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയായിരുന്നു. ഇപ്പോൾ ഇതാ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറാനിലെ ആയത്തുള്ള അലി ഖമീനിയുടെയും മസൂദ് പെഷസ്ക്യാന്റെയും ഒക്കെ ഒളിയിടങ്ങളിലേക്കും കൊട്ടാരങ്ങളിലേക്കും വലിയൊരു യുദ്ധത്തിനാണ് അമേരിക്ക തയ്യാറെടുത്തത്. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്നും പറന്നുയർന്നുവെങ്കിലും ആകാശത്ത് വെച്ച് അവസാന നിമിഷം ആ യുദ്ധ പ്ലാൻ അമേരിക്ക മാറ്റുകയായിരുന്നു. എന്താണ് ആ യുദ്ധ പ്ലാൻ മാറ്റാനുള്ള അമേരിക്കയ്ക്കുണ്ടായ ചേതോവികാരം? ഇത് മാത്രം ഇതുവരെ പുറത്തു വരുന്നില്ല.